Hello my dear students, എല്ലാ മക്കൾക്കും വേദാന്തുവിന്റെ മലയാളം ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. A very warm welcome to all my dear champions to the Vedantu's Malayalam channel. Okay, എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. Okay, ഈ ഒരു എക്സാം ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, be self motivated, be healthy, be happy my dear students, surround yourself with positive thoughts and positive people my dear students. നിങ്ങളെ തന്നെ സറൗണ്ട് ചെയ്യുക വിത്ത് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ. അതായത് ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ അത്രയും സീരിയസ് ആയിട്ടുള്ളവരായിട്ട് നിങ്ങൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് കിട്ടും, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരിക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അയ്യോ അവന് കൂടുതൽ മാർക്ക് കിട്ടി, എനിക്ക് കുറച്ച് മാർക്ക് കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാൻ തകർന്നു പോയി എന്നൊരു സ്ഥിതി വരാൻ പാടില്ല. നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ആക്ച്വലി കോമ്പീറ്റ് ചെയ്യുക ഫസ്റ്റ്. നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റിലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, ഓരോ ടെസ്റ്റിലും നിങ്ങളുടെ മാർക്ക് കൂടുന്നുണ്ടോ, നിങ്ങൾ നിങ്ങളെ തെറ്റ് മനസ്സിലാക്കുന്നുണ്ടോ, ഐ യു റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ്. റിപ്പീറ്റിംഗ് ദ സെയിം മിസ്റ്റേക്സ് ആണ് ഏറ്റവും വലിയ കാര്യം. ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കാം, വീഴ്ചയിൽ നിന്നേ പഠിക്കുള്ളൂ. ഇഫ് യു ഡോണ്ട് മേക്ക് മിസ്റ്റേക്സ് ദാറ്റ് മീൻസ് യു ഹവ് നോട്ട് ഈവൻ ട്രൈഡ്. എൻ്റെ വാക്കുകളല്ല, വലിയ ആൾക്കാരുടെ വാക്കുകളാണ്. ഇഫ് യു not making mistakes, that means you have not even tried. So make mistakes, that's fine, but don't repeat your mistakes, because if you repeat your mistakes, that means you are a fool. Okay, yes or no? Appa mistakes endanu padikka, adil ninnu valaruka my dear students. Okay, and stay motivated, stay blessed, stay happy, stay healthy also. Okay, ശരീരം നന്നായിട്ട് നോക്കുക my dear students. ശരീരം കയ്യിലില്ലെങ്കിൽ പണി പാളും. Okay my dear champions. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ മൈ ഡിയർ സ്റ്റുഡൻസ്, ആ ഒരു ലക്ഷ്യം മനസ്സിൽ കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. ആ ഒരു ലക്ഷ്യം മനസ്സിൽ കാണുക. എന്താണ് ലക്ഷ്യം? ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു കോളേജിൽ പഠിക്കാൻ പറ്റണം. എന്താണ് നല്ലൊരു കോളേജിൽ പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ്? അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പഠിക്കാൻ പറ്റി ഈ ഒരു കോളേജിൽ. അപ്പോൾ എനിക്കറിയാം അത് എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഹൗ മച്ച് ഇറ്റ് ഹാസ്, എന്താ പറയുക, ഫ്ലിപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, എപ്പോഴും ഞാൻ പറയുന്നതാണ്. മൈ ലൈഫ് ഒരു ബ്രാൻഡാണ്. ഒരു നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീബോക്ക്, അഡിഡാസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കയ്യിലെടുക്കാൻ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. റീബോക്കോ അഡിഡാസ് ഒക്കെ ചിലപ്പോൾ നാളെ പോവും നിങ്ങളുടെ കയ്യിലുള്ള ഷൂസ്. പക്ഷേ ഈ ഒരു ബ്രാൻഡ്, ഒരു നല്ല കോളേജ് എന്നുള്ള ബ്രാൻഡ് നിങ്ങൾ 5, 10, 20 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്കത് യൂസ് വരും. നിങ്ങൾ പുറത്ത് പോയിട്ട്, വീടിൻ്റെ പുറത്ത് പോയിട്ട് പറയാണ് ഞാൻ എയിംസിൽ നിന്നാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ IIT അല്ലെങ്കിൽ ബിറ്റ്സ് പിലാനി അല്ലെങ്കിൽ ജിപ്മറിൽ നിന്നാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കണ്ണൊന്ന് കാണും. ഓ, അത് കാണുമ്പോൾ തന്നെ ചെറിയൊരു മനസ്സുഖം ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. അത് മാത്രമല്ല, വേറെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ട് പ്രിപ്പയർ ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഫൈൻ. പുതിയ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സുദർശൻ. പഠിച്ചതൊക്കെ ബിറ്റ്സ് പിലാനിയിലാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. നാട് കൊച്ചിയിലാണ്, ആലുവയിലാണ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്. ചരിത്രവും ജാതകവും ഒക്കെ ആദ്യത്തെ ക്ലാസ്സുകളിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. If you want to know more about us, please visit that. Okay, fine. അത് മാത്രമല്ല, ഞങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി മാത്രമല്ല, പഴയ കണ്ടന്റും കാണാൻ മറക്കരുത്. ഇഷ്ടംപോലെ കണ്ടന്റ് ഇട്ടുണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ പ്ലീസ് ഡു വാച്ച് ദ പ്രീവിയസ് കണ്ടന്റ്. പിന്നെ അതിനപ്പുറം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞങ്ങളുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല. ബിക്കോസ് വി ആർ എ ഫാമിലി ആൻഡ് ഹെൽപ്പ് us grow. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമുക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കാം. എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും? സൊല്യൂഷൻസിൻ്റെ നെക്സ്റ്റ് സെഷനാണ്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഡിസ്കസ് ചെയ്തു, എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിസ്കസ് ചെയ്തു, ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിസ്കസ് ചെയ്തു. ദ ഫോർത്ത് ആൻഡ് ദ ഫൈനൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ഓസ്മോട്ടിക് പ്രഷർ. ഇൻഫാക്ട് ഞാനൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്കിത് അറിയുമോയെന്ന് അറിയില്ല. ഓസ്മോട്ടിക് പ്രഷർ ഈ 4 എണ്ണത്തിലും ഏറ്റവും മികച്ചവനാണ്. ദ ബെസ്റ്റ് ഓർ ദ മോസ്റ്റ് യൂസ്ഫുൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പം നിങ്ങൾ വിചാരിക്കും, സാർ അത് എന്തുകൊണ്ടാണ്? പേരിന് നല്ല ചന്തമുള്ളതുകൊണ്ടാണോ? അല്ലല്ല മക്കളെ, പേരിന് ചന്തമുള്ളതുകൊണ്ടൊന്നുമല്ല. ദർ ഇസ് എ പെർട്ടിക്കുലർ റീസൺ വൈ ഓസ്മോട്ടിക് പ്രഷർ ഇസ് വെരി യൂസ്ഫുൾ. ഒരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് അറിയണം. അതിനു മുമ്പ് നിങ്ങൾ ഓസ്മോസിസ് എന്താണെന്ന് അറിയണം. അതിനു മുമ്പ് നിങ്ങളൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്താണെന്ന് അറിയണം. അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സെമി പെർമിയബിൾ മെംബ്രെയിനും ഇതുമായിട്ട് എന്താ കണക്ഷൻ? മെഡിക്കൽ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അറിയായിരിക്കും എന്താണ് കണക്ഷൻ എന്നുള്ളത്. വാട്ട് ഇസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ ബൈ ദ വേ?
സെമി പെർമിയബിൾ എന്ന് വെച്ചാൽ കിടക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഫ്ലോ ചെയ്യാൻ പറ്റുന്നത്. മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ടീഷൻ അല്ലേ, ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് പോകാനായിട്ട് ഒരു പാർട്ടീഷൻ. ദാറ്റ് ഈസ് വാട്ട് എ മെംബ്രെയിൻ ഇസ്. സോ എല്ലാവരും നോക്കുക, ദീസ് മെംബ്രെയിൻസ്, അതായത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ contain a network of submicroscopic holes or pores. അതായത് വളരെ വളരെ ചെറിയ തുളകളുള്ള അല്ലെങ്കിൽ ഹോൾസ് ഉള്ള ഒരു മെംബ്രെയിൻ ആണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അപ്പോൾ ഈ ടീഷർട്ട് സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണോ? ഇതിൽ കുറെ ഹോൾസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണോ? അതിൽ കുറെ ഹോൾസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ടിഷ്യൂ പേപ്പർ സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണോ? അതിൽ കുറെ ഹോൾസ് ഉണ്ടല്ലോ. അല്ല മക്കളെ, a semi-permeable membrane only allows the flow of solvent particles, not solute particles. എല്ലാവരും നോക്കുക my dear students. Small solvent molecules like water can pass through these holes, but bigger molecules like solute is hindered. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എടുത്തു. ഓക്കെ, ഇതാണ് എൻ്റെ സെമി പെർമിയബിൾ മെംബ്രെയിൻ SPM. ഓക്കെ, ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ ഞാനൊരു സൊല്യൂഷൻ പാസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. സൊല്യൂഷനിലെ കോമ്പോണൻസ് എന്താണ്? ഒരു ബൈനറി സൊല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ കോമ്പോണൻസ് എന്താണ്? അതിൽ സൊല്യൂട്ട് ഉണ്ടാവും. ഈ ബ്ലാക്ക് പാർട്ടിക്കിൾസ് ആണ് സൊല്യൂട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. പിന്നെ അതിൽ സോൾവെന്റും ഉണ്ടാവും. ഈ വൈറ്റ് പാർട്ടിക്കിൾസ് ആണ് സോൾവെന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോൾവെന്റ് പാർട്ടിക്കിൾസ് ആർ ദ വൈറ്റ് വൺസ്, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ ദ ബ്ലാക്ക് വൺസ്. ഇവനെ ഞാൻ ഇങ്ങനെ തള്ളി വിടുമ്പോൾ ഈ സോൾവെന്റിലും സൊല്യൂട്ടിലും ചെറിയത് വരുന്നത് സോൾവെന്റ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ സോൾവെന്റ് പാർട്ടിക്കിൾസ്, ഈ ചെറിയ സോൾവെന്റ് പാർട്ടിക്കിൾസ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ അപ്പുറത്തേക്ക് ചാടും. പക്ഷെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇവിടെ തടഞ്ഞു നിൽക്കും. സോ ബേസിക്കലി വി ഡിസൈൻ ഓർ വി ചൂസ് a membrane that can allow the flow of solvent but stop the flow of solute. സോൾവെന്റിനെ കടത്തി വിടും, പക്ഷെ സൊല്യൂട്ടിനെ കടത്തി വിടില്ല സെമി പെർമിയബിൾ മെംബ്രെയിൻ. അതുകൊണ്ടാണ് അതിനെ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഓഫ് സെമി പെർമിയബിൾ മെംബ്രെയിൻ? നിങ്ങൾക്ക് ബയോളജി സ്റ്റുഡൻസിന് എന്തായാലും അറിയായിരിക്കും. നാച്ചുറൽ എക്സാമ്പിൾസ് എന്താണ്? പിഗ്സ് ബ്ലാഡർ അല്ലെങ്കിൽ അനിമൽ ബ്ലാഡർ മൈ ഡിയർ സ്റ്റുഡൻസ്. പാർച്ച്മെന്റ്, ബേസിക്കലി അനിമൽ സ്കിൻ മൈ ഡിയർ സ്റ്റുഡൻസ്. അനിമൽ സ്കിൻ ഇസ് ദി എക്സാമ്പിൾ. അല്ലെങ്കിൽ ഗോട്ടിന്റെയോ അല്ലെങ്കിൽ അതേപോലത്തെ അനിമൽസിന്റെ സ്കിൻ എടുക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി ഇതൊക്കെ നാച്ചുറൽ വൺസ് ആണ്. സിന്തറ്റിക് വൺസ് എന്താണ്? മാൻമെയ്ഡ് വൺസ് എന്തൊക്കെയാണ്? സെല്ലോഫെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഒരു സെല്ലുലോസ് ഡെറിവേറ്റീവിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്. സെല്ലുലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സെല്ലുലോസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലേ? സെല്ലുലോസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സെല്ലുലോസ് ഡെറിവേറ്റീവ്. സെല്ലോഫെയിൻ എന്ന് വെച്ചാൽ സെല്ലുലോസ് അല്ല, ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. അല്ലാതെ തന്നെ വേറെയും ഉണ്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് നോക്കാം. കോപ്പർ ഫെറോസൈനൈഡ്. എല്ലാവരും നോക്കുക. കോപ്പർ ഫെറോസൈനൈഡ്. This is another example my dear students. Copper ferrocyanide. ഇവന്റെ പേരാണ് കോപ്പർ ഫെറോസൈനൈഡ്. Okay. This is another example of synthetic semi-permeable membrane. Okay my dear champions. ഫൈൻ. നാച്ചുറലും ഉണ്ട്, സിന്തറ്റിക്കും ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ കേട്ടിരിക്കുന്നത് അനിമൽ സ്കിൻ തന്നെയായിരിക്കും. അനിമൽ സ്കിൻ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലെ? അനിമൽ ബ്ലാഡറോ അനിമൽ സ്കിന്നോ എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യെസ് ഓ നോ? സിന്തറ്റിക് വൺസിൽ നിങ്ങൾക്ക് മനസ്സിൽ വെക്കാവുന്നത്, അതായത് 4 മാർക്കിന്റെ ചെറിയ ചോദ്യങ്ങൾ ചിലപ്പോൾ വരും. ഓക്കെ, അതായത് which among this is an example of a synthetic semi-permeable membrane? Cellophane is an example. Cellophane actually ഒരു സെല്ലുലോസ് ഡെറിവേറ്റീവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, സെല്ലുലോസ് അസറ്റേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ആക്ച്വലി. ഓക്കെ, പിന്നുള്ളത് കോപ്പർ ഫെറോസൈനൈഡ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓ നോ? ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് സിന്തറ്റിക് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇനി സിന്തറ്റിക് സെമി പെർമിയബിൾ മെംബ്രെയിനും ഓസ്മോസിസും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അതിനു മുമ്പ് ഓസ്മോസിസ് എന്താണ് ഞാൻ പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക.
if a semi-permeable membrane SPM is placed between the solvent and solution, the solvent molecules will flow through. Okay, the solvent molecules will flow through. Okay, ഇവിടെ വരേണ്ടത് flow through ആണ്. Solvent molecules will flow through. Membrane from pure solvent to the solution. This process of flow of the solvent is called as osmosis. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനിങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു. ഇവിടെ എനിക്കുള്ളത് ഈ ഒരു ചേംബറിൽ എനിക്കുള്ളത് പ്യുവർ വാട്ടർ ആണ് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് പ്യുവർ വാട്ടർ. ഓക്കെ, ഇവിടെ എനിക്ക് സൊല്യൂഷൻ ആണ് ഉള്ളത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക്കലി സപ്പോസ് ലെറ്റ്സ് സേ NaCl സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കുക, സോൾട്ട് സൊല്യൂഷൻ അല്ലെങ്കിൽ ഷുഗർ സൊല്യൂഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഇവിടെ നടുക്കുള്ളത് ഇതാണ് എൻ്റെ SPM. അതായത് ഈ ഒരു ഏരിയ ഉണ്ടോ, ഇവിടെയാണ് എൻ്റെ മെമ്പറൈൻ SPM, സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇങ്ങനെ ഒരു അപ്പാരറ്റസ് ഞാൻ വെക്കുകയാണെങ്കിൽ എന്ത് നടക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ സോൾവെന്റ് മോളിക്യൂൾസിന് സെമി പെർമിയബിൾ മെമ്പറൈൻ്റെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റും. സമ്മതിച്ചോ? അപ്പൊ ഈ സോൾവെന്റ് മോളിക്യൂൾസ് വിൽ സ്റ്റാർട്ട് ഫ്ലോയിങ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ സാറേ? അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ സാറേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ ഉള്ളൂ? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്ന് അങ്ങനെയും ഉണ്ട്. അതായത് സോൾവെന്റിന്ന് സൊല്യൂഷനിലേക്കും സൊല്യൂഷന് സോൾവെന്റിലേക്കും ഉണ്ട്. പക്ഷേ മൈ ഡിയർ സ്റ്റുഡൻസ്, അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്, അതായത് പ്യുവർ വാട്ടറിൽ നിന്ന് സൊല്യൂഷനിലേക്കുള്ളത് കൂടുതലായിരിക്കും. ഓക്കെ, യെസ് ഓർ നോ? ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് കൂടുതലായിരിക്കും. യെസ് ഓർ നോ? ആൻഡ് there will reach a point my dear students when that will be in equilibrium. ആ ഇക്വിലിബ്രിയം പോയിന്റിനെ കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പക്ഷെ ഈ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസിനെയാണ്, ഈ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഇഫക്റ്റീവ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇഫക്റ്റീവ്ലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ സോൾവെന്റിന്ന് സൊല്യൂഷനിലേക്കാണ് കൂടുതൽ ഫ്ലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ദാറ്റ് ഇഫക്റ്റീവ് ഫ്ലോ ഇസ് കോൾഡ് ആസ് ഓസ്മോസിസ്. ഞാൻ വെറുതെ ഒരു കാര്യം പറഞ്ഞുതരാം, രണ്ട് സ്ഥലത്തേക്കും ഫ്ലോ ഉണ്ട് ആക്ച്വലി, പക്ഷെ കൂടുതൽ ലെസർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു മോർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്, അതാണ് ഓസ്മോസിസിന്റെ ഡയറക്ഷൻ. സോൾവെന്റ് ഫ്ലോസ് ഫ്രം ലോ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോൾവെന്റ് മോളിക്യൂൾസ് ഓൾവേസ് ഫ്ലോ ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറേ എപ്പോഴും ഒരു പ്യുവർ സോൾവെന്റ് തന്നെ വെക്കണോ അപ്പുറത്തേക്ക്? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പ്യുവർ സോൾവെന്റ് ഒന്നും വെക്കേണ്ടി വരില്ല. അതായത് ഞാൻ ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു കണ്ടെയ്നർ എടുത്തു, ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഉണ്ട്. ഓക്കെ, ഇവിടെ സൊല്യൂഷൻ 1 ഉണ്ട്, ഇത് സൊല്യൂഷൻ 1 ആണ് എന്ന് വിചാരിക്കുക. അതിന്റെ കോൺസെൻട്രേഷൻ C1 ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ സൊല്യൂഷൻ 2 ആണ് എന്ന് വിചാരിക്കുക. സൊല്യൂഷൻ 2 ആണ്, അതിന്റെ കോൺസെൻട്രേഷൻ C2 ആണെന്ന് വിചാരിക്കുക. സോൾവെന്റ് രണ്ടിന്റെയും സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ് us say both are NaCl solution എന്ന് വിചാരിക്കുക. both are NaCl solution, രണ്ടിലും NaCl പ്ലസ് വാട്ടർ ആണ്. ഓക്കെ, അക്വസ് NaCl ആണ് രണ്ടിലും. Let us say that C2 is greater than C1. അതായത് കോൺസെൻട്രേഷൻ ഓഫ് ദിസ് ചേംബർ ഇസ് ഗ്രേറ്റർ ദാൻ ദി അതർ ചേംബർ. അപ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ വായിച്ചത് നോക്കുക. സോൾവെന്റ് ഓൾവേസ് ഫ്ലോസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഓസ്മോസിസ് നടക്കാൻ പോകുന്നത്. ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്, കേട്ടോ, ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. Solvent always flows from lower concentration of solute to higher concentration. അതായത് വെള്ളം ഇവിടെ നിന്ന് ഇവിടേക്ക് ഫ്ലോ ചെയ്യും ഇഫക്റ്റീവ്ലി. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അതിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്.
ഈ ഓസ്മോസിസിൻ്റെ ഉപയോഗം കുറേ സ്ഥലങ്ങളിലുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രിഡ്ജ് എടുത്ത് നോക്കിയാൽ അച്ചാർ, കണ്ണിമാങ്ങ അച്ചാർ കാണും. ചിലപ്പോൾ ഫ്രീസറിൽ തുറന്നു നോക്കിയാൽ മീറ്റ് ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചേക്കണത് കാണാം. യെസോനോ, കേടാവാതിരിക്കാനായിട്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ പോയി നോക്കിയാൽ, അല്ലെങ്കിൽ അമ്മയുടെ മറ്റേ പൂന്തോട്ടത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കാണാം, അതായത് ഈ വാടി നിൽക്കുന്ന പൂവ് ചിലപ്പോൾ വെള്ളത്തിൽ മുക്കി വെച്ചേക്കണ കാണാം. ഇതൊക്കെ ഓസ്മോസിസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യൂ. ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇൻ ദി എൻഡ്. ഇതും ഓസ്മോസിസ്, ഈ പറഞ്ഞതൊക്കെ ഓസ്മോസിസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ താഴത്ത് പറഞ്ഞു, ആസ് ഇൻ വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞു തരാം. ഓക്കെ, ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഓസ്മോസിസ് ഇസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം a region of lower concentration of solute to a region of higher concentration of solute. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്ഥലത്തേക്കും ഫ്ലോ ആക്ച്വലി നടക്കുന്നുണ്ട്, പക്ഷേ ഇഫക്റ്റീവ്ലി അവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും കൂടുതൽ. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി എല്ലാവരും നോക്കുക, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തു. ഓക്കെ, ഒരു 2 ചേംബർ ഉള്ള ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, 2 ചേംബർ ഉള്ള ഒരു കണ്ടെയ്നർ എടുത്തു എന്ന് വിചാരിക്കാം. ദിസ് ഈസ് മൈ കണ്ടെയ്നർ. ഓക്കെ, എന്നിട്ട് ഒരു സെമി പെർമിയബിൾ മെമ്പറൈൻ ഇവിടെ വെച്ചു. സോ ദിസ് ഈസ് മൈ SPM, സെമി പെർമിയബിൾ മെമ്പറൈൻ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവിടെ എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, യെസ് ഓർ നോ? ഇവിടെ എൻ്റെ സൊല്യൂഷൻ ഉണ്ട്. ഗോട്ട് ഇറ്റ്? ഈ സൊല്യൂഷൻ, ഇത് ലെറ്റ്സ് സേ സൊല്യൂഷൻ നമ്പർ 1 ആണ്. ഇതിന്റെ കോൺസെൻട്രേഷൻ C1 ആണെന്ന് വിചാരിക്കാം. ഇവിടെ സൊല്യൂഷൻ നമ്പർ 2, അല്ലെങ്കിൽ പ്യുവർ സോൾവെന്റ് എടുത്താലും മതി, എന്തായാലും സൊല്യൂഷൻ നമ്പർ 2. ഇവിടെ സൊല്യൂഷൻ നമ്പർ 2, സൊല്യൂഷൻ 2, കോൺസെൻട്രേഷൻ C2 ആണെന്ന് വിചാരിക്കുക. ഇനി C1 is greater than C2. ഓക്കെ, C1 greater than C2 ആണെങ്കിൽ ഏത് സ്ഥലത്തേക്കാണ് ഓസ്മോസിസ് നടക്കാൻ പോകുന്നത്? ലെറ്റ്സ് സേ ദിസ് ഇസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഈ വരച്ചിരിക്കുന്നതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ഇനീഷ്യൽ കണ്ടീഷൻ. ദിസ് ഇസ് മൈ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേറ്റ്. യെസ് ഓർ നോ? ഡയഗ്രാം 1. ഇനി ഓസ്മോസിസ് തുടങ്ങും. ഓസ്മോസിസ് എങ്ങോട്ടായിരിക്കും? ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും ഓസ്മോസിസ്. ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ്, അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്ത് പറ്റുന്നു. മൈ ഡിയർ സ്റ്റുഡൻസ്, യു നോ ദാറ്റ് ആഫ്റ്റർ സം ടൈം ലോജിക്കലി തന്നെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, എല്ലാവരും നോക്കുക, ലോജിക്കലി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫ്ലോ വരികയാണ്. ഫ്ലോ വരുമ്പോൾ ഈ ചേംബറിലുള്ള ഹൈറ്റ് കൂടില്ലേ? ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞു ഇഫക്റ്റീവ് ഫ്ലോ എങ്ങോട്ടാണ്? ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. അപ്പോൾ എന്താണ് പറ്റുന്നത്? ഇവിടുത്തെ ചേംബറിലെ എമൗണ്ട് കുറയും, ഈ ചേംബറിലെ എമൗണ്ട് കൂടും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? സോ ലെറ്റ് us say ഞാൻ അത് അങ്ങനെ വെച്ചു എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ വരെയും ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ചേംബറിൽ ഇവിടെ വരെയും ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല, ഫസ്റ്റ് ചേംബറിൽ. ഓക്കെ, ഇത് നമ്മൾ ഫസ്റ്റ് ചേംബർ ആയിട്ടാണ് കൊടുത്തത്. ഇവിടെ വരെയും ഉണ്ടെന്ന് വിചാരിക്കാം. യെസ് ഓർ നോ? ഇവിടെ വരെയും പൊങ്ങി, ഇവൻ ഇവിടെ വരെയും താഴ്ന്നു. യെസ് ഓർ നോ? ലോജിക്കലി നിങ്ങൾ ആലോചിക്കൂ, സോൾവെന്റ് മോളിക്യൂൾസ് ആർ മൂവിങ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ഇവൻ മേലോട്ട് പൊങ്ങി. സെമി പെർമിയബിൾ മെമ്പറൈൻ ഇപ്പോഴും ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ് എത്തുമ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ്, there will reach an equilibrium. Obviously, കുറച്ച് കഴിഞ്ഞാൽ ഈ ഓസ്മോസിസ് നിൽക്കും. എപ്പോഴാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? When will it stop, my dear students? When will it stop? അതായത്
ഈ പറഞ്ഞ ഹൈറ്റില്ലേ, ഇത്രയും പൊങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഇവൻ പൊങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈറ്റ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണ്? അല്ലെങ്കിൽ ഈ കോളം ഓഫ് സൊല്യൂഷൻ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? നമുക്കറിയാം, ദാറ്റ് ഇസ് H into D into G. ഫിസിക്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, when a column of liquid goes up, the pressure that it applies is basically H into D into G. H is basically the height over here. ഈ പ്രഷർ ഈ ഒരു ലെവലിൽ അപ്ലൈ ആവുകയാണ്. ഇത് അപ്ലൈ ആവുമ്പോൾ ഡോണ്ട് യു തിങ്ക് ദാറ്റ് പ്രഷർ ഇസ് ആക്ടിങ് അഗെയിൻസ്റ്റ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുകയാണ്, ഇപ്പോഴും സോൾവെന്റ് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുകയാണ്. ബട്ട് ബിക്കോസ് ഓഫ് ദിസ് പ്രഷർ ഡോണ്ട് യു തിങ്ക് ദാറ്റ് അവൻ പറയും, ഈ പ്രഷർ പറയും വേണ്ട, ഇനി വരണ്ട, ഞാൻ ഈ പ്രഷർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് വിടാൻ നോക്കുന്നത്. യെസ് ഓർ നോ? അപ്പൊ സോൾവെന്റ് മോളിക്യൂൾസിന്റെ വരവ് നിൽക്കും, മൈ ഡിയർ സ്റ്റുഡൻസ്. This HDG is basically the pressure that was created at equilibrium. അതായത് ഇപ്പൊ ഓസ്മോസിസ് നിന്നു. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രഷർ ക്രിയേറ്റ് ആയതുകൊണ്ട് ഓസ്മോസിസ് നിന്നു. This HDG can be called as the osmotic pressure. ഇതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. Basically, the pressure that is created which can stop osmosis is called as osmotic pressure. അല്ലെങ്കിൽ വേറൊരു സിമ്പിൾ ഐഡിയ പറയുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, ഈ സെയിം കണ്ടെയ്നർ ഞാൻ എടുത്തു, സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചു, ഇവിടെ സൊല്യൂഷൻ 2 കൊടുത്തു, ഇവിടെ സൊല്യൂഷൻ 1 കൊടുത്തു. യെസ് ഓർ നോ? ഞാനിപ്പോൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്യാണ്, എക്സ്റ്റേണലി ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യാണ്. അതായത് C1 ഇവിടുത്തെ കോൺസെൻട്രേഷൻ, C2 ഇവിടുത്തെ കോൺസെൻട്രേഷൻ. ഓക്കെ, C1 ഇവിടുത്തെ കോൺസെൻട്രേഷൻ, C2 ഇവിടുത്തെ കോൺസെൻട്രേഷൻ. ഞാൻ എക്സ്റ്റേണലി പ്രഷർ അപ്ലൈ ആണ്, സോ ദാറ്റ് ഓസ്മോസിസ് ഇസ് നോട്ട് ഈവൻ ഹാപ്പനിങ്. ഓസ്മോസിസ് തുടങ്ങാൻ തന്നെ ഞാൻ സമ്മതിക്കുന്നില്ല. Okay, I am applying a pressure over here so that osmosis is not happening. Basically, that pressure is called as osmotic pressure. അതായത് imagine I apply a pressure of pi. Pi എന്ന് പറയുന്ന 3.14 അല്ല, it is a symbol or it is a sign that we use for osmotic pressure, pi. Okay, ഈ pi pressure ഞാൻ apply ചെയ്യുന്നു so that it can just stop osmosis from happening. That is called as osmotic pressure. അത് തന്നെയാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഫ്ലോ നടന്നു കഴിഞ്ഞിട്ട് ഈ ഒരു കോളം ക്രിയേറ്റ് ആയി. എല്ലാവരും നോക്കൂ, ഇനീഷ്യൽ സ്റ്റേജിൽ ഫ്ലോ നടന്നു, അപ്പോൾ ഈ കോളം പൊങ്ങി ഇവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ആയി. ഈ പ്രഷർ ക്രിയേറ്റ് ആവുമ്പോൾ ഓസ്മോസിസ് നിൽക്കുന്നു. അൾട്ടിമേറ്റ്ലി ദിസ് പ്രഷർ ആൻഡ് ദിസ് ഇസ് ദ സെയിം. ഇവിടെ ഞാൻ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന പ്രഷർ, ഇവിടെ നാച്ചുറലി ഫ്ലോ കൊണ്ട് ഉണ്ടായ പ്രഷർ. അൾട്ടിമേറ്റ്ലി ഈ ഒരു HDG ക്രിയേറ്റ് ആവുമ്പോൾ ഓസ്മോസിസ് നിൽക്കുന്നു. ഇവിടെ ഞാൻ എക്സ്റ്റേണലി പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഓസ്മോസിസ് നടക്കുന്നേ ഇല്ല. രണ്ടും സെയിം തന്നെയാണ്. So the pressure that is required to stop osmosis is called as osmotic pressure. The pressure that is required, the external pressure that is required to stop osmosis is called as osmotic pressure. Ellarum nokka my dear students. Ellarum nokka. For dilute solutions, this osmotic pressure, ipo njan discuss cheyda osmotic pressure for dilute solutions is equal to C into R into T. For dilute solutions, this osmotic pressure is C into R into T. Yes or no? Pi എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. യെസ് ഓർ നോ? അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ C എന്താണ്? C is nothing but molarity. So basically നിങ്ങൾ നോക്കുമ്പോൾ osmotic pressure of a solution depends only on the molarity. Temperature ഉണ്ട്, only on the molarity. It does not depend upon what type of solute is added into it. Does not depend on. അതായത് ഞാനിപ്പോൾ ഒരു കണ്ടെയ്നർ എടുത്തു my dear students. Let us say it is a solution of NaCl. Okay,
NaCl ഒരു സൊല്യൂഷൻ ആണ് എടുത്തത് എന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് ഞാൻ KCl ഒരു സൊല്യൂഷൻ ആണ് എടുത്തത് എന്ന് വിചാരിക്കുക. ഇപ്പുറത്ത് ഞാൻ KCl ഒരു സൊല്യൂഷൻ ആണ് എടുത്തതെന്ന് വിചാരിക്കുക. രണ്ടിന്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ് എന്ന് വിചാരിക്കുക. ഇവിടെ കോൺസെൻട്രേഷൻ C, ഇവിടെ കോൺസെൻട്രേഷൻ C. ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും. ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ രണ്ടിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഇപ്പം ഞാൻ ഒരു കണ്ടെയ്നറിൽ യൂറിയ, ഒരെണ്ണത്തിൽ ഫ്രക്ടോസ്, ഒരെണ്ണത്തിൽ സൂക്രോസ് ഇട്ടു. മൂന്നിന്റെയും കോൺസെൻട്രേഷൻസ് സെയിം ആണ്, ടെമ്പറേച്ചറും സെയിം ആണെങ്കിൽ മൂന്നിന്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും. ആൻഡ് വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? ദ പ്രഷർ ദാറ്റ് യു ഷുഡ് അപ്ലൈ സോ ദാറ്റ് ഓസ്മോസിസ് ഡസ് നോട്ട് ഹാപ്പൻ. ഗോട്ട് ഇറ്റ്? യെസ് ഓർ നോ? അപ്പോൾ ഇതിനെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? കാര്യം it only depends upon the concentration or the amount of solute present, not on the type of solute. അതുകൊണ്ടാണ് ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആവുന്നത്. Got it, my dear students? Osmotic pressure is a colligative property because it only depends upon the molarity. Got it? ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. ഇനി molarity എന്താണ്? Number of moles N2 divided by volume. Yes or no? Fine. അപ്പോൾ ഈ വോള്യത്തിന് എനിക്ക് അങ്ങോട്ട് ഇടാം. We can see that osmotic pressure multiplied by volume is equal to N2 into RT. N2 is number of moles of solute. മറക്കരുത്. Got it? Now it can be rearranged to get molar mass. ഞാൻ പറഞ്ഞില്ലേ ഓസ്മോട്ടിക് പ്രഷറും മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം. എങ്ങനെ മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ N2 is what? N2 is nothing but number of moles of solute. That is nothing but weight of solute divided by molecular mass of solute. Weight of solute divided by molecular mass of solute. അപ്പോൾ ഇവനെ ഞാൻ ഇവിടെ കൊണ്ടിടുകയാണെങ്കിൽ എന്നിട്ട് മോളിക്കുലർ മാസ് M2 നെ ഞാൻ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് M2 is equal to W2 into RT by pi V. All I did is എല്ലാവരും നോക്കുക, pi V is equal to N2. N2 നെ എന്താ ചെയ്തത്? W2 by M2 എന്നിട്ടു, RT എന്നിട്ടു. M2 നെ ഞാൻ അങ്ങോട്ട് എടുത്തു, pi V നെ ഞാൻ ഇങ്ങോട്ട് എടുത്തു. സോ നിങ്ങളൊരു സയന്റിസ്റ്റ് ആണ്, നിങ്ങളൊരു പുതിയ സൊല്യൂട്ട് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളൊരു പുതിയ സൊല്യൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിന്റെ മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട് all you have to do is apply in this formula. Got it? Yes or no? So this method is widely used to determine molar masses of macromolecules. Macromolecules എന്ന് വെച്ചാൽ വലിയ വലിയ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. Yes or no? ഇപ്പം എന്താ പറയുക, പോളിമേഴ്സിൻ്റെ ഒക്കെ ഇല്ലേ, പോളിമേഴ്സിനൊക്കെ മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട് കുറച്ച് പാടാണ്. അവന്മാർ വലിയ കോമ്പൗണ്ട്സ് ആണ്, അതെ അല്ലേ? അപ്പം ഇവന്മാരെ കൊണ്ട് ഒരു സൊല്യൂഷനിൽ ഇടും, ആ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കണ്ടെത്തും. ആ സൊല്യൂഷൻ്റെ ഓസ്മോട്ടിക് പ്രഷർ കണ്ടെത്തിയിട്ട് W2 നമുക്കറിയാം, W2 നമ്മൾ എടുക്കുന്ന വെയിറ്റ് ആണ്. ടെമ്പറേച്ചർ നമ്മുടെ കൺട്രോളിലാണ്, R is a constant, വോള്യം നമ്മുടെ കൺട്രോളിലാണ്. അപ്ലൈ ദ ഫോർമുല, യു വിൽ ഗെറ്റ് ദ മോളിക്കുലർ മാസ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാർ ആദ്യം പറഞ്ഞില്ലേ ഓസ്മോട്ടിക് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന്. അതെന്തുകൊണ്ടാണ് സാറ്? കാര്യം ഈ ഓസ്മോട്ടിക് പ്രഷർ ചേഞ്ചസ് ബൈ എ ഹ്യൂജ് മാർജിൻ. ദിസ് ഓസ്മോട്ടിക് പ്രഷർ ചേഞ്ചസ് ബൈ എ ഹ്യൂജ് മാർജിൻ വെൻ യു പുട്ട് ദ സൊല്യൂട്ട്. അതായത് ഈ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റും റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ ഒക്കെ വാല്യൂസ് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. പക്ഷെ ഇവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച്, ഒരു കുറച്ച് സൊല്യൂട്ട് ഇട്ടാൽ തന്നെ ഓസ്മോട്ടിക് പ്രഷറിന് വലിയൊരു മാറ്റം വരും. അതായത് നമ്മുടെ റീഡിങ്സ് കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഈവൻ ഇഫ് യു ടേക്ക് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ, ഒരു ഡൈല്യൂട്ട് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, വളരെ റീഡബിൾ ആയിരിക്കും, ഈസി ടു യൂസ് ആയിരിക്കും. മറ്റേതിൻ്റെ ഒക്കെ വാല്യൂ വളരെ ചെറിയ മാറ്റമേ വരുള്ളൂ. അപ്പോൾ മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട് ചിലപ്പോൾ കുറച്ച് പ്രയാസമായിരിക്കും. എക്സ്പെരിമെന്റലി നമ്മളിത് ചെയ്യുമ്പോൾ അധികം മാറ്റം കാണില്ല. അതായത് ഇപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ ചേഞ്ചിന് ചിലപ്പോൾ അധികം മാറ്റം കാണില്ല. 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ആണെങ്കിൽ ഞാൻ സൊല്യൂട്ട് ഇടുമ്പോൾ, ഈ അൺനോൺ സൊല്യൂട്ട് ഇടുമ്പോൾ ആ ബോയിലിംഗ് പോയിന്റിന്റെ മാറ്റം ചിലപ്പോൾ അധികം വരില്ല, കുറച്ചേ വരുള്ളൂ. റീഡിങ്സ് എടുക്കാൻ വളരെ പാടായിരിക്കും. പക്ഷെ ഇവിടെ വലിയൊരു ചേഞ്ച് വരും. ഇപ്പം ഞാനൊരു അൺനോൺ സൊല്യൂട്ട് എടുത്തു, ഓക്കെ, അതൊരു സോൾവെന്റിൽ കൊണ്ടിട്ടു. ഈ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ വരാൻ പോകുന്നത് വളരെ വലിയൊരു വാല്യൂ, വളരെ ഒരു സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ആണ് വരാൻ പോകുന്നത്. അപ്പോൾ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ റീഡിങ്സ് വളരെ ക്ലിയർ ആയിരിക്കും. അപ്പുറത്തുള്ള പോലെ 0.001 ഡിഗ്രി സെൽഷ്യസിന് മാറ്റം വന്നു, അല്ലെങ്കിൽ വളരെ ചെറിയ മൈന്യൂട്ട് വാല്യൂസിൻ്റെ മെഷർമെൻറ്റ് വളരെ പാടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഓസ്മോട്ടിക് പ്രഷർ വളരെ ബെസ്റ്റ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് to determine the molar mass of solutes. Okay, മറക്കരുത്. Now, isotonic, hypertonic and hypotonic solutions.
isotonic, hypertonic and hypotonic solutions. എന്താണ്? Two solutions having same osmotic pressure at a given temperature are called as isotonic solutions. അതായത് രണ്ട് സൊല്യൂഷൻസ് എടുത്തു, അതിൻ്റെ രണ്ടിൻ്റെയും ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ, അതായത് ഞാൻ രണ്ട് സൊല്യൂഷൻ എടുത്തു, ഇഫ് π1 is equal to π2, that is when you say that those two solutions are isotonic solutions. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ what is π1? C1 into R into T. What is π2? C2 into R into T. RT ക്യാൻസൽ ആവുകയാണെങ്കിൽ ബേസിക്കലി ആ രണ്ടെണ്ണത്തിൻ്റെയും കോൺസെൻട്രേഷൻസ് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അത് ഐസോട്ടോണിക് ആവുന്നത്. ഗോട്ട് ഇറ്റ്? യെസ് ഓ നോ? അതുകൊണ്ടാണ് അത് ഐസോട്ടോണിക് ആവുന്നത്, മറക്കരുത്. എക്സാമ്പിൾ, സോ ബേസിക്കലി അങ്ങനെ രണ്ട് സൊല്യൂഷൻ വെക്കുകയാണെങ്കിൽ, സോ ഇഫ് യു കീപ് ടു ഐസോട്ടോണിക് സൊല്യൂഷൻസ്, അതായത് ഇവിടുത്തെ കോൺസെൻട്രേഷൻ സി ആണ്, ഇവിടത്തെയും കോൺസെൻട്രേഷൻ സി ആണ് എന്നെങ്കിൽ ഒബ്വിയസ്ലി ഓസ്മോസിസ് നടക്കാൻ പോകുന്നില്ല. The best example is the fluid in blood cell has concentration equivalent to 0.9% weight by volume of NaCl. നമ്മുടെ ഈ ബ്ലഡ് ഫ്ലൂയിഡ്, മൈ ഡിയർ സ്റ്റുഡൻസ്, ഹാസ് എ കോൺസെൻട്രേഷൻ ഓഫ് ഇക്വലന്റ് ടു 0.9% വെയിറ്റ് ബൈ വോളിയം NaCl. യെസ് ഓ നോ? അതായത് നമ്മൾ ഈ ഇൻട്രാവീനസ് IV ഇഞ്ചക്ഷൻസ് ഇല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ്, നമ്മൾ ഈ ഫ്ലൂയിഡ് കയറ്റുമ്പോൾ ഈ ഫ്ലൂയിഡ്, ആ IV ഫ്ലൂയിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.9% വെയിറ്റ് ബൈ വോളിയം NaCl ആണ്. അതായത് ഇവൻ ബ്ലഡിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ബ്ലഡിന്റെ ഒപ്പം കയറുമ്പോൾ there will not be osmosis that is happening. അതായത് ബ്ലഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിൽ നിന്ന് അങ്ങോട്ട് പോവോ നടക്കുന്നില്ല. സോ ബേസിക്കലി മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്ലഡ് സെൽസ് വിൽ നോട്ട് ബി ഷ്രിങ്കിങ് ആൻഡ് സ്വെല്ലിങ്. അതായത് ഈ ബ്ലഡ് സെല്ല്, ഞാൻ ഇങ്ങനെ ഒരു ബ്ലഡ് സെല്ല് വെക്കുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇവനെ ഞാനൊരു 0.9% വെയിറ്റ് ബൈ വോളിയം NaCl സൊല്യൂഷനിൽ വെക്കുകയാണ് എന്ന് വിചാരിക്കുക. ബ്ലഡ് സെല്ലാണിത്. ഓക്കെ, പുറത്തുള്ളത് 0.9% വെയിറ്റ് ബൈ വോളിയം NaCl സൊല്യൂഷൻ ആണ് എന്ന് വിചാരിക്കുക. ബ്ലഡിൽ നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്ന് അകത്തേക്കോ വരാൻ പോകുന്നില്ല. കാര്യം എന്താണ്? രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. കോൺസെൻട്രേഷൻ സെയിം ആണെങ്കിൽ ഓസ്മോസിസ് നടക്കാൻ പോകുന്നില്ല. സോ ബേസിക്കലി വെള്ളം അങ്ങോട്ടോ വെള്ളം ഇങ്ങോട്ടോ ബേസിക്കലി ഈക്വലീബ്രിയം ആയിരിക്കും. സത്യം പറഞ്ഞാൽ വെള്ളം പോകുന്നുണ്ട് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആക്ച്വലി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, പക്ഷേ ഈക്വലീബ്രിയം എമൗണ്ടിലായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ദ റേറ്റ് ഗോയിങ് ഇൻസൈഡ് വിൽ ബി ഈക്വൽ ടു ദ റേറ്റ് കമ്മിങ് ഔട്ട്സൈഡ്. ഓക്കെ, ടെക്നിക്കലി പറയുകയാണെങ്കിൽ അത് നടക്കുന്നുണ്ട്, പക്ഷെ റേറ്റ് ഗോയിങ് ഇൻസൈഡ് വിൽ ബി ഈക്വൽ ടു റേറ്റ് കമ്മിങ് ഔട്ട്സൈഡ്. ഓക്കെ, യെസ് ആണ്. അപ്പോൾ ഈ ബ്ലഡ് സെല്ല് സ്വെല്ലാവുന്നില്ല, ഷ്രിങ്കും ആവുന്നില്ല. കാര്യം ബ്ലഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് തന്നെയാണ് അകത്തോട്ട് വരുന്നത്. എന്ത്? വെള്ളം. ഗോട്ട് ഇറ്റ്? എന്നാൽ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്. ഞാൻ രണ്ട് സൊല്യൂഷൻ എടുത്തു, സൊല്യൂഷൻ 1ഉം സൊല്യൂഷൻ 2ഉം. If osmotic pressure of solution 1 is greater than osmotic pressure of solution 2, then we say that solution 1 is hypertonic compared to solution 2 and solution 2 is hypotonic compared to solution 1. Okay, my dear students? Yes or no? എല്ലാവരും നോക്കുക, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. If we place a blood cell in a hypotonic solution, water will flow into the cells if placed in the solution and they would swell. അതായത് ഞാനൊരു ബ്ലഡ് സെല്ലിനെ എല്ലാവരും നോക്കുക, ഇങ്ങനെ ഒരു ബ്ലഡ് സെൽ എടുത്തു, അവനെ കൊണ്ട് ഒരു ഹൈപ്പോട്ടോണിക് സൊല്യൂഷനിൽ വെച്ചു എന്ന് വിചാരിക്കുക. ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ എന്താണ്? ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ ബേസിക്കലി ഹാസ് ലെസ്സർ ഓസ്മോട്ടിക് പ്രഷർ. Hypotonic solution has lesser osmotic pressure. അതായത് ഇവിടുത്തെ osmotic pressure, my dear students, let's say this osmotic pressure is π2. Let us say the osmotic pressure of blood cell is π1. Yes or no? π1 is greater than π2. അതായത് C1 is greater than C2. അതായത് concentration inside the blood is greater than concentration outside. അപ്പോൾ എന്ത് പറ്റും my dear students? പുറത്തുനിന്നുള്ള വെള്ളം അകത്തോട്ട് ഇരച്ചു കയറാൻ തുടങ്ങും. ദ ബ്ലഡ് സെൽ വിൽ
swell. So if you keep a blood cell in a hypotonic solution എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെൻട്രേഷൻ ലെസ് ആണ്, കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ഇസ് ലെസ്സർ. വെള്ളം ബ്ലഡിലേക്ക് അരച്ചു കയറാൻ തുടങ്ങും, ബ്ലഡ് സെല്ല് വീർക്കും, സ്വെൽ ചെയ്യും. നേരെ മറിച്ച് നേരെ ഉൾട്ടാ കേസാണ് ഹൈപ്പർടോണിക്കില്. മൈ ഡിയർ സ്റ്റുഡൻസ്. ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ ഒരു ബ്ലഡ് സെല്ല് വെക്കുകയാണെങ്കിൽ ലെറ്റ് us say I call this hypertonic osmotic pressure as, let's say, pi 1, ബ്ലഡിന്റെ pi 2 എന്ന് വിചാരിക്കാം. ഓക്കെ, pi 1 is greater than pi 2. അവിടെ ഞാൻ എടുത്തപ്പോൾ നേരെ തിരിച്ചാണ് എടുത്തത്. ബ്ലഡിന്റെ pi 1 ആയിട്ട് എടുത്തു, ഇതിന്റെ pi 2 ആയിട്ട് എടുത്തു. ഒന്നുമില്ല, ഈ ഡെഫിനിഷൻ സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈ ഡിയർ സ്റ്റുഡൻസ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ pi 1, ഇവിടെ സൊല്യൂഷന്റെ pi 2 ആയിട്ട് എടുത്തു, pi 1 greater than pi 2. അതാണ് hypotonic solution. Yes or no? Hypotonic solution with respect to blood. Got it? Because its osmotic pressure is lesser than osmotic pressure of blood. So its concentration will be lesser than concentration of blood. അപ്പോൾ വെള്ളം will get into the blood cell. ഇവിടെ എന്താ നടക്കുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ ഞാൻ pi 1 എന്ന് എടുത്തു, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ബ്ലഡ് സെൽ ഞാൻ pi 2 എന്ന് എടുത്തു, pi 1 greater than pi 2 എന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്, C1 greater than C2? Yes or no, my dear student? Concentration inside the blood is lesser. അപ്പോൾ ബ്ലഡിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകും, സെല്ല് ചുരുങ്ങും. Got it, my dear students? മറക്കരുത്, ഐസോട്ടോണിക് സൊല്യൂഷൻസിൽ എന്താണ് പറ്റുന്നത്? ഐസോട്ടോണിക് സൊല്യൂഷനിൽ രണ്ടിൻ്റെയും കോൺസെൻട്രേഷൻ സെയിം ആണ്, ഒന്നും നടക്കുന്നില്ല. അവനെ ഞാൻ കൊണ്ട് ഐസോട്ടോണിക് സൊല്യൂഷനിൽ ഇട്ടാലും ഒന്നും നടക്കാൻ പോകില്ല. ബ്ലഡ് ഇങ്ങനെ ഇരിക്കും, ഇവിടെ ചുരുങ്ങും, ഇവിടെ വീർക്കും. Got it, my dear champions? ഇനി എക്സാമ്പിൾസ് ഓഫ് ഓസ്മോസിസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കണ്ണിമാങ്ങ അച്ചാറ് കേൾക്കുമ്പോൾ തന്നെ കൊതി വരും. ഈ അച്ചാറ് നമ്മൾ മാമ്പഴം എടുക്കുമ്പോൾ മാമ്പഴം നല്ല ഉരുണ്ട് നല്ല രസമായിരിക്കും കാണും. പക്ഷെ ഈ കണ്ണിമാങ്ങ അച്ചാറിലൊക്കെ മാമ്പഴം നല്ല ചുരുങ്ങി ഇരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ്? ബേസിക്കലി ഈ അച്ചാർ ഇടാനായിട്ട് എന്താണ് ബേസിക്കലി ചെയ്യുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ സോൾട്ട് സൊല്യൂഷനിൽ ചിലപ്പോൾ കൊണ്ടുവന്നിടും, ഈ ഫ്രൂട്ട്സിനെയൊക്കെ സോൾട്ട് സൊല്യൂഷൻസിൽ കൊണ്ടുവന്നിടും. അപ്പോൾ എന്താണ് പറ്റുന്നത്? പുറത്തുള്ള കോൺസെൻട്രേഷൻ കൂടുതലാണ്, അല്ലേ? പുറത്തുള്ള കോൺസെൻട്രേഷൻ കൂടുതലാണ്. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാനിപ്പോൾ ഒരു മാമ്പഴം എടുത്തു, ഓക്കെ, സോൾട്ട് സൊല്യൂഷനിൽ കൊണ്ടുവന്നിട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ പുറത്തുള്ള കോൺസെൻട്രേഷൻ ലെറ്റ്സ് സേ ഇറ്റ്സ് C1, അകത്തുള്ള ഫ്രൂട്ടിന്റെ അകത്തുള്ള കോൺസെൻട്രേഷൻ C2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഉപ്പിന്റെ കോൺസെൻട്രേഷൻ NaCl കോൺസെൻട്രേഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നൗ ഇമാജിൻ C2 is lesser than C1. അതായത് പുറത്ത് നല്ല ഉപ്പ് വെള്ളമാണ്, അവിടുത്തെ കോൺസെൻട്രേഷൻ കൂടുതലാണ്, അകത്ത് കുറവാണ്. അതായത് ഫ്രൂട്ടിന്റെ അകത്തുള്ള സെൽസിൽ ഈ NaCl കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ എന്ത് പറ്റും? വെള്ളം അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങും. അകത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവന്മാർ ചുരുങ്ങും, ഈ ഫ്രൂട്ട്സ് ചുരുങ്ങും മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാണ് ചെയ്യുന്നത്? കാര്യം എന്ന് വെച്ചാൽ വെള്ളം നിങ്ങൾ വലിച്ചു കളഞ്ഞില്ലെങ്കിൽ ബാക്ടീരിയാസ് വളരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ പിക്കിൾസ് ഒക്കെ കുറേ നാൾ നിൽക്കുന്നത്. സാധാ ഒരു ഫ്രൂട്ട് എടുത്ത് വെച്ച് നോക്കും മൈ ഡിയർ സ്റ്റുഡൻസ്, പെട്ടെന്ന് ചീഞ്ഞു പോകും, അല്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലുള്ള വെള്ളത്തിനെ വലിച്ചു കളയുന്നു. ആ ബാക്ടീരിയാസിന് ജീവിക്കാനായിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല, അല്ലെ? വി ആർ ടേക്കിംഗ് ഓൾ ദ വാട്ടർ ഔട്ട് ആൻഡ് ദാറ്റ് ഇസ് ത്രൂ ഓസ്മോസിസ്. അതുകൊണ്ടാണ് പിക്കിൾസിന് നല്ല കാലാവധി ഉണ്ട് എന്ന് പറയുന്നത്. യെസ് ഓ നോ? വിൽട്ടഡ് ഫ്ലവേഴ്സ്, അതായത് വാടിയ പൂക്കൾ നമ്മൾ വെള്ളത്തിൽ മുക്കി വെക്കുമ്പോൾ അവന്മാരൊന്ന് വീർക്കും, നല്ല ഒന്ന് പുഷ്ടിക്കും. എന്താണ് പറ്റുന്നത്? സെയിം തിങ്, ഓസ്മോസിസ്. യെസ് ഓ നോ? വിൽട്ടഡ് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. ഈ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഫ്ലവേഴ്സിൽ ബേസിക്കലി എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? അവന്മാരെ കൊണ്ട് വെള്ളത്തിൽ വെക്കുമ്പോൾ എന്താണ് പറ്റുന്നത്? ഈ വാടിയ പൂക്കളുടെ ഡീഹൈഡ്രേഷൻ കാരണം സോൾട്ടിൻ്റെ ഒക്കെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അവന്മാരെ കൊണ്ട് വെള്ളത്തിൽ വെക്കുമ്പോൾ, ഫ്രഷ് വാട്ടറിലെ വെള്ളം അവന്മാരുടെ ഉള്ളിലേക്ക് കയറുന്നു, അവന്മാരൊന്ന് ചുറുചുറുപ്പാവും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻറ്? ഓസ്മോസിസ് തന്നെയാണ് നടക്കുന്നത്. നെക്സ്റ്റ്, പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സോൾട്ടിങ് ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ. ഇവിടെയും സെയിം തിങ് ആണ് നടക്കുന്നത്. അതായത് മീറ്റൊക്കെ ഇല്ലേ, ഇപ്പം നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോൾ അത് പ്രിസർവ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉപ്പുവെള്ളത്തിൽ കൊണ്ടുവയ്ക്കും. എന്താണ് നടക്കുന്നത്? ഈ മീറ്റ് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ മീറ്റിനുള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഈ വെള്ളത്തിൻ്റെ കണ്ടന്റ് കാരണം മൈക്രോ ബാക്ടീരിയാസ് വളരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ഉപ്പുവെള്ളത്തിൽ വെക്കുമ്പോൾ ഉപ്പുവെള്ളത്തിലെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. യെസ് ഓ നോ? ഉപ്പുവെള്ളത്തിലെ കോൺസെൻട്രേഷൻ കൂടുതലാണ് NaCl കോൺസെൻട്രേഷൻ. അപ്പോൾ എന്ത് പറ്റും? മീറ്റിലുള്ള വെള്ളം പുറത്തേക്ക് ഇറങ്ങും.
അപ്പോൾ ഈ മീറ്റിൽ മൈക്രോ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ തന്നെ അവന്മാരുടെയൊക്കെ വെള്ളം പുറത്തേക്ക് ഇറങ്ങി മൈക്രോ ബാക്ടീരിയാസ് മരിക്കും. സോ ബേസിക്കലി ഇറ്റ്സ് എ വേ ടു കീപ്പ് ഇറ്റ് ഫ്രഷ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. പീപ്പിൾ ഹു ഹാവ് ഹൈ സോൾട്ട് ഇൻടേക്ക് എക്സ്പീരിയൻസ് വാട്ടർ റിട്ടൻഷൻ ഇൻ tissue cells and intercellular space. The resulting puffiness or swelling is called as edema. So basically the same thing. Salt intake നല്ല കൂടുതലാണെങ്കിൽ നമ്മുടെ സെൽസിലുള്ള സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണ്. അപ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? വെള്ളം പുറത്തുനിന്ന് അകത്തോട്ട് വരാൻ തുടങ്ങും. ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ബേസിക്കലി ദർ വിൽ ബി എ സ്വെല്ലിംഗ് ഓഫ് ദ സെൽസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. അതേപോലെ തന്നെ വാട്ടർ മൂവ്മെന്റ് ഫ്രം സോയിൽ ഇൻ ടു പ്ലാന്റ് റൂട്ട്സ് ആൻഡ് subsequently into upper portions of the plant is partly due to osmosis. അതായത് ഈ വേരുകളില്ലേ, ചെടിയുടെ വേരുകൾ വെള്ളം വലിച്ചെടുക്കില്ലേ സോയിലിൽ നിന്ന്? സോയിലാണ് വെള്ളം കൊടുക്കുന്നത്. സോ ദാറ്റ് ഹൗ ഡസ് ഇറ്റ് ഗെറ്റ് ഇൻ ടു ദ, അതായത് ഇവിടെ വേരുണ്ടെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് ഹൗ ഡസ് എ വാട്ടർ ഗെറ്റ് ഇൻ ടു ദ പ്ലാന്റ്? ബേസിക്കലി ഒരു മെംബ്രെയിൻ ഉണ്ട്, ആ മെംബ്രെയിൻ്റെ ഉള്ളിൽ കൂടെയാണ്. ഇറ്റ്സ് ബേസിക്കലി ഓസ്മോസിസ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദ വാട്ടർ ക്യാൻ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അതായത് വേരിനുള്ളിലുള്ള കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഔട്ട്സൈഡ്. അപ്പോൾ വെള്ളം അവിടെ നിന്ന് പുറത്തുനിന്ന് അകത്തോട്ട് വരും. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓസ്മോസിസ് ഇസ് എ പ്രോസസ് വെയർ സോൾവെന്റ് ഫ്ലോസ് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ടു ഹയർ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട്. ഓക്കെ, ഇത് നിങ്ങൾ മറക്കരുത്. ഇനി ഞാൻ വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് യൂസ് പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് റിവേഴ്സ് ഓസ്മോസിസ്. സിമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ എല്ലാവരും നോക്കുക. ആദ്യം ഞാൻ വരയ്ക്കുന്നത് നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ അത്ര നന്നായിട്ടൊന്നും വരയ്ക്കില്ല എന്നാലും. അതായത് ഞാൻ ഇങ്ങനെ രണ്ട് കണ്ടെയ്നേഴ്സ് എടുക്കുകയാണ്, സെപ്പറേറ്റഡ് ബൈ ആൻ SPM മൈ ഡിയർ സ്റ്റുഡൻസ്, സെമി പെർമിയബിൾ മെമ്പറൈൻ. ഇവിടെ ഒരു സൊല്യൂഷൻ വെച്ചു. ഓക്കെ, ഇവിടെ പ്യുവർ സോൾവെൻറ്റ് വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, പ്യുവർ സോൾവെൻറ്റ് ഇവിടെ വെച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓസ്മോസിസ് ഏത് ഡയറക്ഷനിലേക്കാണ്? ഈ ഡയറക്ഷനിലേക്കാണ് ഓസ്മോസിസ്. യെസ് ഓർ നോ? ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, പ്രഷർ ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഓസ്മോസിസ് നിൽക്കും. വാട്ട് ഇഫ് ഐ അപ്ലൈ എ പ്രഷർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ? അതായത് ഓസ്മോട്ടിക് പ്രഷറിനേലും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? തിരിച്ചടിക്കും. അതായത് ഈ സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റ് മോളിക്യൂൾസ് പ്യുവർ സോൾവെന്റിലേക്ക് മാറാൻ തുടങ്ങും. ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓസ്മോസിസ് നിൽക്കും. അതിൽ കൂടുതൽ അപ്ലൈ ചെയ്യുമ്പോൾ സൊല്യൂഷനിൽ നിന്ന്, അതായത് സോൾവെന്റ് മോളിക്യൂൾസ് വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. എല്ലാവരും നോക്കുക. ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഇസ് അപ്ലൈഡ് ടു ദ സൊല്യൂഷൻ സൈഡ്, ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ആസ് റിവേഴ്സ് ഓസ്മോസിസ്. നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹേമാമാലിനിയുടെ ഒരു ആഡ് വരുമായിരുന്നു പണ്ട്. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. കെൻ സുരക്ഷ, RO വാട്ടർ പ്യൂരിഫയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ വാട്ടർ പ്യൂരിഫയറിൽ ഈ ഒരു ടെക്നീക്ക് തന്നെയാണ്. അതായത് വാട്ടർ പ്യൂരിഫയറിൻ്റെ ഇപ്പുറത്ത് കുടിവെള്ളമായിരിക്കും, നമ്മൾ എടുക്കാൻ പോണ വെള്ളം. ഇപ്പുറത്ത് ഇംപ്യോർ വാട്ടർ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നടുക്കൊരു സെമി പെർമിയബിൾ മെംബ്രെയിനും ഉണ്ട്. എന്താണ് നടക്കുന്നത്? ഹൗ ഡസ് ഇറ്റ് പ്യൂരിഫൈ ദ വാട്ടർ? അതായത് ഇംപ്യോർ സെക്ഷനിലേക്ക് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യും, മോർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളം, ഈ ഇംപ്യോറിൽ നിന്നുള്ള വെള്ളം നേരെ ഈ സൈഡിലേക്ക് പോകും. ഇവിടെ ഞാനും നിങ്ങളൊക്കെ നൈസായിട്ട് പൈപ്പ് ഇട്ട് വന്ന് കുടിക്കും ഇവിടുന്ന്, ഈ സൈഡിൽ നിന്ന്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഹെമിൻ സാറിൻ്റെ ഈ അടുത്തിടയ്ക്ക് ഒരു ഷോർട്സ് ഇറങ്ങിയിരുന്നു. സാർ ഇത് തന്നെയാണ് പറഞ്ഞേക്കണത് ആ ഷോർട്സിൽ. ബേസിക്കലി RO എന്ന് വിളിക്കുന്നത് എന്താണ്? RO വാട്ടർ പ്യൂരിഫയർ. റിവേഴ്സ് ഓസ്മോസിസ് ആണ് കോൺസെപ്റ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് RO എന്ന് പറയുന്ന ബ്രാൻഡൊന്നും അല്ല കേട്ടാ. റിവേഴ്സ് ഓസ്മോസിസ് ആണ് അതിൻ്റെ കോൺസെപ്റ്റ്. യെസ് ഓ നോ? അപ്പം നെക്സ്റ്റ് ടൈം ഹേമമാലിനിയുടെ ആഡ് വരുമ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണം. കെൻ സുരക്ഷ അങ്ങനെ എന്തോ ആണ്. പണ്ട് എനിക്ക് വളരെ വെറുപ്പുള്ളൊരു ആഡായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്രിക്കറ്റിൻ്റെ നല്ല ക്രൂഷ്യൽ മൊമെൻറ്റിൽ വരുമ്പോഴാണ് ഈ ഒരു ആഡ് കയറി വരിക. ഓക്കെ, ഫൈൻ. എനിവേ, അപ്പോൾ അതാണ് റിവേഴ്സ് ഓസ്മോസിസ്.
നമുക്ക് ഇനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടേ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും നോക്കുക. A solution is prepared by dissolving 0.6 grams of urea, okay, and 1.8 grams of glucose in 100 milliliter of water at 27 degrees Celsius. The osmotic pressure of the solution is. എല്ലാവരും ഒന്ന് പോസ് അടിച്ച് സ്വന്തം ചെയ്യാൻ നോക്കുക മക്കളെ. ഞാൻ പായസം ഉണ്ടാക്കി തരാം, ഞാൻ ചെയ്തു തരാം, പക്ഷെ സ്വന്തം ചെയ്യാൻ നോക്കണം. എല്ലാവരും നോക്കുക. ഓസ്മോട്ടിക് പ്രഷർ is equal to CRT. Yes or no, my dear students? പക്ഷെ ഇവിടെ രണ്ട് സൊല്യൂട്ട് ഉണ്ട്. ഇതിന്റെ ഏതിന്റെ എടുക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിന്റെ ഏതിന്റെ കോൺസെൻട്രേഷൻ എടുക്കണം? നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു CRT. ഇതിന്റെ ഏതിന്റെ ഓസ്മോട്ടിക് പ്രഷർ ഏതിന്റെ കോൺസെൻട്രേഷൻ എടുക്കണം? രണ്ടിന്റെയും എടുക്കണം. Yes or no? Understand that this concentration is nothing but C urea plus C glucose. ഇത് രണ്ടിന്റെയും എടുക്കണം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ ഡിവൈഡഡ് ബൈ വോള്യൂം പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് ഡിവൈഡഡ് ബൈ വോള്യൂം ഇൻറ്റു ആർ ഇൻറ്റു ടി ചെയ്യണം. യെസ് ഓ നോ? യെസ് ഓ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് ഓഫ് യൂറിയ എത്രയാണ്? ഗിവൺ മാസ് ഓഫ് യൂറിയ 0.6 divided by 60 into volume. Okay, number of moles എന്താണ്? Given mass by molar mass. 0.6 divided by molar mass divided by volume. Divided by volume എത്രയാണ് my dear students? Divided by volume 0.1 ആണ്. അതായത് volume should come in liters. Okay, volume should come in liters my dear students. 100 milliliter ആണ്. Yes or no? അപ്പോൾ volume should come in liters. പ്ലസ് 0. എത്രയാണ്? ഗ്ലൂക്കോസിൻ്റെ എത്രയാണ്? 1.8 ആണ്. ഗ്ലൂക്കോസിൻ്റെ 1.8 ആണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അവിടെ 1.8 എന്ന് ഇടുക. 1.8 ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 0.1. ഓക്കെ, ഈ 0.1 എന്ന് പറയുന്ന വോള്യൂമാണ്. ഇൻറ്റു ആർ ഇൻറ്റു ടി. ആറിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.082. അപ്പോൾ ഇൻറ്റു 0.082 ഇൻറ്റു ടെമ്പറേച്ചർ എത്രയാണ്? 27 ഡിഗ്രി സെൽഷ്യസ്. അത് കെൽവിനിലേക്ക് ആക്കാൻ മറക്കരുത് കേട്ടോ. കെൽവിനിലേക്ക് ആക്കാൻ മറക്കരുത്. ദാറ്റ് ഈസ് ബേസിക്കലി 300 കെൽവിൻ. സോ ബേസിക്കലി ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദി ആൻസർ ഇൻ ATM. ആൻസർ വരാൻ പോകുന്നത് എത്രയാണ്? 4.92 ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, ആൻസർ ഇസ് കമ്മിങ് ഔട്ട് ടു ബി 4.92. ഗോട്ട് ഇറ്റ്? യെസ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കാൻ പാടില്ല. അയ്യോ ഏത് സൊല്യൂട്ട് ഉപയോഗിക്കും? രണ്ടും ചേർന്നായിരിക്കും. അതായത് ഇവൻ്റെ യൂറിയയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഗ്ലൂക്കോസിൻ്റെയും കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, ഫൈൻ. നെക്സ്റ്റ്, 200 milliliter of an aqueous solution of protein contains its 1.26 grams. Okay, protein mass ആണ് 1.26. The osmotic pressure of the solution at 300 Kelvin is found out to be 2.57 into 10 power minus 3 bar. The molar mass of protein will be. Again a very simple question ആണ്, വളരെ സിമ്പിൾ ആണ്. സ്വന്തം ചെയ്യാൻ നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു C ഇൻറ്റു R ഇൻറ്റു T. അതായത് N2 by V ഇൻറ്റു R ഇൻറ്റു T. യെസ് ഓ നോ? അതായത് പൈ വി ഇസ് ഈക്വൽ ടു N2 ഇൻറ്റു R ഇൻറ്റു T. ദാറ്റ് ഇസ് ഈക്വൽ ടു W2 ബൈ M2 ഇൻറ്റു R ഇൻറ്റു T. ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ്. സോ ബേസിക്കലി വാട്ട് ഇസ് M2 മൈ ഡിയർ സ്റ്റുഡൻസ്? M2 ഇസ് W2 ഇൻറ്റു R ഇൻറ്റു T ബൈ പൈ വി. ഇനി ഇതിൽ W2 എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? W2 വരാൻ പോകുന്നത് 1.26 ആണ് അല്ലേ? വെയിറ്റ് ഓഫ് ദ സൊല്യൂട്ട് ഇസ് 1.26. R എത്രയാണ്? R ഇവിടെ തന്നിട്ടുണ്ട് 0.083. അതാണ് R. ടെമ്പറേച്ചർ എത്രയാണ് മക്കളെ? ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. ടെമ്പറേച്ചറും തന്നിട്ടുണ്ട് 300 കെൽവിൻ എന്ന് തന്നിട്ടുണ്ട്. യെസ് ഓ നോ? പൈ വാല്യൂ എത്രയാണ്? പൈ വാല്യൂ ഇസ് ഈക്വൽ ടു 2.57 ഇൻറ്റു 10 പവർ മൈനസ് 3. മാറ്റാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ സാറേ ഇത് പാസ്കലിലേക്കൊക്കെ മാറ്റണോ? വേണ്ട. നിങ്ങൾ ആ ആറിൻ്റെ യൂണിറ്റ് നോക്കൂ മൈ ഡിയർ സ്റ്റുഡൻസ്. ആറിൻ്റെ യൂണിറ്റ് ലിറ്റർ ബാറിൽ തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പൈ വാല്യൂസ് 2.57 ഇൻറ്റു 10 പവർ മൈനസ് 3. വോള്യൂം മാത്രം ലിറ്ററിലേക്ക് മാറ്റാൻ മറക്കരുത്. വോള്യൂം എത്രയാണ് വരാൻ പോകുന്നത്?
200 milliliter, അതായത് 0.2 എന്ന് വരും. യെസ് ഓർ നോ? ഇത് നിങ്ങൾ ഇടുമ്പോൾ മോളാർ മാസ് കിട്ടും മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ കാൽക്കുലേഷൻ കാണിക്കണ്ട എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. സിമ്പിൾ ആയിട്ട്, സോ ബേസിക്കലി ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി 61038. യെസ് ഓർ നോ? 61038 ആണ് വരുന്നത് ആൻസർ ആയിട്ട്. ഓക്കെ, കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്യാം മൈ ഡിയർ ചാമ്പ്യൻസ്. ദാറ്റ് വിൽ ബി ദ മോളാർ മാസ്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1.5 grams of a biopolymer is dissolved in 100 milliliter of water. ശരി. 300 Kelvin exerted an osmotic pressure of 2.4 into 10 power minus 3 bar. അയ്യോ, ഇത് വളരെ ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇൻഫാക്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഇത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ, ഈ ബയോപോളിമേഴ്സിൽ ഇത് വെറുതെ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല. ആക്ച്വലി ഈ ബയോപോളിമേഴ്സിൻ്റെ ഒക്കെ മാസ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും നല്ല മെത്തേഡാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഏറ്റവും നല്ല മെത്തേഡാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ്. ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്? ഓക്കെ, ബാക്കിയുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ അധികം ഈസിയാണ് ഓസ്മോട്ടിക് പ്രഷർ വെച്ച് മോളിക്കുലർ മാസ് കണ്ടെത്താനായിട്ട്. ഓക്കെ, സോ ട്രൈ ടു ഫൈൻഡ് ദി ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ മൈ ഡിയർ സ്റ്റുഡൻസ്. സെയിം ക്വസ്റ്റ്യൻ ആണ്, സെയിം ടൈപ്പ് ആണ്. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചാപ്റ്റർ ഇവിടെ തീരുന്നില്ല. നമ്മൾ വാൻറ്റ് ഓഫ് ഫാക്ടർ എന്ന് പറഞ്ഞ വലിയൊരു സംഗതിയെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതെല്ലാം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഒബ്വിയസ്ലി നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വി ഓൾസോ അസ്യൂംഡ് ദാറ്റ് ദ സൊല്യൂട്ട് ഡസ് നോട്ട് ഡിസോസിയേറ്റ് ഓർ അസോസിയേറ്റ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സൊല്യൂട്ട് ഡിസോസിയേറ്റും ചെയ്യുന്നില്ല, അസോസിയേറ്റും ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ഫോർമുലാസ്. ഏതൊക്കെ ഫോർമുലാസ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് ഈക്വൽ ടു KB ഇൻറ്റു മൊളാലിറ്റി, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് KF ഇൻറ്റു മൊളാലിറ്റി, ഓസ്മോട്ടിക് പ്രഷർ ഇസ് ഈക്വൽ ടു C ഇൻറ്റു RT. പക്ഷേ ഡിസോസിയേറ്റും അസോസിയേറ്റും ചെയ്യുമ്പോൾ ദർ വിൽ ബി ഡിഫറൻസസ്. അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ലെക്ചർ ഒന്നും കൂടി കാണുക, എല്ലാ ലെക്ചേഴ്സും കാണാത്തവർ എല്ലാ ലെക്ചേഴ്സും കാണുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, വിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്? സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ തീർന്നു. പിന്നെ ടെലിഗ്രാം ചാനലിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ഹാവ് എ ടെലിഗ്രാം ചാനൽ, അപ്ഡേറ്റ്സ് വരുന്നതാണ് ടെലിഗ്രാം ചാനലിൽ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും നോക്കുക, ഞാനൊരു ഷോർട്ട് സീരീസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഷോർട്ട് സീരീസ് എന്ന് പറയുമ്പോൾ യൂട്യൂബ് ഷോർട്സ് ഇല്ലേ, 1 മിനിറ്റിൽ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രോബ്ലംസ് ആയിരിക്കും ഞാൻ ഈ 1 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ തുടങ്ങാൻ പോകുന്നത് സൊല്യൂഷൻ ചാപ്റ്റർ വെച്ചിട്ട് തന്നെയായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് ഓർഗാനിക് കെമിസ്ട്രി, അതായത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സൊല്യൂഷൻസിൻ്റെ, GOCയുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രി, തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, ഇത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, എടുത്ത ചാപ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങാം. പേടിക്കണ്ട മകളെ, സൊല്യൂഷൻസ് വെച്ചിട്ട് തന്നെ ആദ്യം തുടങ്ങാം മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോഴത്തെ ഹെമിൻ സാറിന് ഇലക്ട്രോ കെമിസ്ട്രി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് സീരീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സൊല്യൂഷൻ ഷോർട്ട് സീരീസ് നമ്പർ 1 എന്ന് നിങ്ങൾ കാണുമ്പോൾ അത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്പർ 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് എല്ലാ ഷോർട്സിലും ഞാൻ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഷോർട്സ് നിങ്ങൾ കാണുമ്പോൾ യു വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. Yes or no? You will understand what logic to be applied. Yes or no? And you will find out the final answer also. ഈ 3 കാര്യങ്ങൾ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കും. കുറേ ടെക്നീക്സും കുറേ കുറുക്ക് വിദ്യകളൊക്കെ ഞാൻ ഇതിൽ പഠിപ്പിക്കും. അല്ലാതെ തന്നെ പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ഈ ഷോർട്ട് സീരീസ് വെയിറ്റ് ഫോർ ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഈ അടുത്ത് തന്നെ വിത്തിൻ പ്രോബ്ലി 2 days ലോഞ്ച് ചെയ്യുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ വെയിറ്റ് ഫോർ ഇറ്റ്. അത് നിങ്ങൾ എല്ലാവരും കാണണം. കാര്യം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ചിലപ്പോൾ ആഴ്ചയിൽ 4 or 5 എണ്ണം വരും, ഡിപ്പെൻഡിങ് എൻ്റെ ഒരു ഫ്രീ ടൈമും കൂടി നോക്കിയിട്ടായിരിക്കും. പക്ഷേ പ്രോബ്ലംസ് ആയിരിക്കും ഈ ഷോർട്ട് സീരീസിൽ. 1 മിനിറ്റിനുള്ളിൽ ടക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. വെയിറ്റ് ഫോർ ഇറ്റ്. ഓക്കെ, ഓരോ ചാപ്റ്ററിൻ്റെയും ഷോർട്ട് സീരീസ് വരുന്നതാണ്. ഓക്കെ മൈ ഡിയർ ചാമ്പ്യൻസ്, കൂൾ. സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഐ വിൽ സീ യു ഗൈസ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ലവ് യു ഗൈസ് a lot. See you guys, bye bye.